എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഐശ്വര്യ. അപ്പോൾ ഇത് നമ്മളുടെ മൂന്നാമത്തെ ദിവസം കേട്ടോ. ഇന്ന് നമ്മൾ കേപ്പ് ടൗണിലെ റെഡ് ബസ് എക്സ്പ്ലോർ ചെയ്യാനാണ് പോകുന്നത്. റെഡ് ബസ്സിൽ കയറിയിട്ട് പല പല സ്ഥലങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കാം, അല്ലെങ്കിൽ അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കാം. നമ്മൾ VNA വാട്ടർ ഫ്രണ്ടിൽ നിന്നാണ് ഇതിൽ കയറാൻ പോകുന്നത്. എന്നിട്ട് നമുക്ക് കേപ്പ് ടൗണിലെ പല പല ഡെസ്റ്റിനേഷൻസിൽ ഇവർ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് പോയിട്ട് കാണാം. അപ്പോൾ അതിനുള്ള പരിപാടിയിലാണ് നമ്മളും നമ്മുടെ ഫ്രണ്ട്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകാൻ പോകട്ടോ. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഇതിൻ്റെ പരിപാടികൾ എന്താണെന്നൊക്കെ. ഇവിടെയാണ് നമ്മുടെ ടിക്കറ്റ് ഒക്കെ എടുക്കാൻ പറ്റുന്നത്. റെഡ് ബസ്സിന്റെ ഓഫീസ് ആയത് VNA വാട്ടർ ഫ്രണ്ടിലാണ് ഈ ഓഫീസ് ഉള്ളത്. അപ്പൊ ഈ റെഡ് ബസ്സിൽ പോകാൻ പോവാട്ടോ. ഇതിന് പല റൂട്ട് ഉണ്ടാവും. നമ്മളെടുക്കുന്നത് ബ്ലൂ റൂട്ടാണ്. അപ്പൊ നമുക്ക് പോയി നോക്കാം. ബസ്സിലായിട്ട് തന്നെ കണ്ടാം. നമുക്കിവിടെ ഇംഗ്ലീഷിൽ ഇവർ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഇവർ ഹെഡ്സെറ്റും തരും. അതുപോലെ നമുക്കിതിൽ കയറുമ്പോൾ തന്നെ ഒരു മാപ്പ് കിട്ടും. അതിന് ഓരോ പോയിന്റിൽ ഇവർ എവിടെ സ്റ്റോപ്പ് ചെയ്യും എന്നുള്ളത് ഈ മാപ്പിൽ കാണുന്നുണ്ടാവും. കണ്ടോ? Number 21, Constance next stop. 1, 2, 3, 4. നമ്മളിപ്പോൾ ഉള്ളത് 5ാമത്തെ പോയിന്റിലാണ്. ഇനി ഓരോ പോയിന്റിലായിട്ട് ഓരോ ഡെസ്റ്റിനേഷൻസ്. വേൾഡ് ഓഫ് ബേർഡ്സ്, മങ്കി ജംഗിള്, ആ കാണുന്നത് ടേബിൾ മൗണ്ടൻ ആട്ടോ. ടേബിൾ മൗണ്ടൻ ആണ് ആ കാണുന്നത്. ഇതൊരു മുകളിൽ ടേബിൾ പോലെ ഇരിക്കുന്നതുകൊണ്ട് അതിന് ടേബിൾ മൗണ്ടൻ എന്ന് പറയണം. നമ്മളിപ്പോൾ ടേബിൾ മൗണ്ടനിൽ പോകണില്ല. എന്തായാലും റെഡ് ബസ് ഈ ഏരിയാസ് ഒക്കെ കവർ ചെയ്യും. ഒറ്റയടിക്ക് ഒരുപാട് കേപ്പ് ടൗൺ ലൊക്കേഷൻസ് കാണാൻ പറ്റിയൊരു ഓപ്ഷനാണ് ഈ റെഡ് ബസ്. കാരണം ഇതിന് ഒരുപാട് സ്റ്റോപ്സ് ഉണ്ട്. മെയിൻ ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള സ്പോട്ട്സിലൊക്കെ ഈ റെഡ് ബസ് പോവും. ഈ ടേബിൾ മൗണ്ടൻ, ക്രിസ്റ്റ്യൻ ബോഷ് ബൊട്ടാണിക്കൽ ഗാർഡൻ, കോൺസ്റ്റാൻഷ്യ വൈനറി, അവിടെ എല്ലാവിടെയും ഇതിന് സ്റ്റോപ്സ് ഉണ്ട്. കുറേ ഡെസ്റ്റിനേഷൻ സ്റ്റോപ്സ് ഉണ്ട്. നമ്മൾ ഇതിൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് ഇറങ്ങേണ്ടത് അവിടെ വന്ന് ഇറങ്ങാം. ഇപ്പൊ റെഡ് ബസ് വന്ന് നിർത്തിയത് ക്രിസ്റ്റ്യൻ ബോഷ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും. നമ്മൾ എവിടെ ഇറങ്ങിയില്ലേ, നമ്മൾ നേരെ ഇറങ്ങാൻ പോകുന്നത് കോൺസ്റ്റൻഷ്യ വൈനറിയിലാണ്. കാരണം നമ്മൾ ലാസ്റ്റ് ടൈം കണ്ട വൈനറി ടൂറിൽ നമ്മൾ സെല്ലാറ് കണ്ടില്ല. പക്ഷേ കോൺസ്റ്റൻഷ്യയിൽ വൈനറി ഉണ്ട്. ഏറ്റവും പഴക്കം ചെന്ന ഒരു വൈനറി കൂടിയാണ് കോൺസ്റ്റൻഷ്യ. അപ്പം അതുകൊണ്ട് നമ്മളുടെ ഫസ്റ്റ് സ്റ്റോപ്പ് അതാട്ടോ. ഇറങ്ങിട്ടോ. ഇതാണ് ഗ്രൂട്ട് കോൺസ്റ്റാൻഷ്യന്റെ വൈൻ ടൂർ ബസ്. നമ്മുടെ ആദ്യം നമ്മൾ ഇറങ്ങിയിട്ട് ഇത് കാണാം. ഇവിടെ പോയിട്ട് നമുക്ക് സെലാർ ടൂർ കാണാം കേട്ടോ. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് കയറിയിട്ട് പോവാം. സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഇതാണ് ഗ്രൂട്ട് കോൺസ്റ്റാൻഷ്യ എന്ന് പറഞ്ഞ വൈൻ ഫാം കേട്ടോ. ഇവിടെ സെല്ലാർ ടൂർ ഒക്കെ ഉണ്ട്. ഇത് കാണാൻ വേണ്ടി എന്തൊരു ഭംഗിയാന്ന് നോക്കി. ഈ ഒരു ബിൽഡിംഗ് കാണാനായിട്ട് അമേസിങ് ആണ് സത്യം പറഞ്ഞത്. ആ ഒരു പഴയ ആർക്കിടെക്ചർ ഒക്കെ ഉണ്ട്, അടിപൊളി. നമ്മളിവിടെ സെല്ലാർ ടൂറിന് വന്നിരിക്കുക കേട്ടോ. ഇവിടെ പോയിട്ട് നമുക്ക് വൈനിന്റെ സെല്ലാർ കാണാൻ പറ്റും. ഇവിടെ വൈൻ ടേസ്റ്റിംഗ് ഉണ്ട്. പക്ഷെ നമ്മൾ ഓൾറെഡി വൈൻ ടേസ്റ്റ് ചെയ്തതാണ്. നമ്മൾ സെല്ലാർ ടൂറിന് പോകണം. നമ്മളിവിടെ വന്നപ്പോഴേക്കും ഉണ്ടല്ലോ ഇവരുടെ വൈൻ സെല്ലാർ ടൂർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു നമ്മൾ പോയിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും കഴിക്കാം. 12:15 അടുത്ത ടൂർ വരുന്നത് സെല്ലാറിൻ്റെ. അപ്പം നമ്മൾ അതിന് മുന്നേ എന്തെങ്കിലും കഴിച്ചിട്ട് വന്നിട്ട് നമുക്ക് ടൂർ കാണാം കേട്ടോ. ഒരു കോഫി ഷോപ്പിൽ വന്നിരിക്കുക കേട്ടോ. കാരണം എന്തായാലും നമുക്ക് എന്താ പറയുക സമയം എടുക്കും മറ്റേ സെല്ലാർ ടൂർ കാണാനായിട്ട്.
ഇവിടെ സെല്ലാർ ടൂർ തുടങ്ങാനായിട്ട് 3/4 മണിക്കൂർ സമയമുള്ളതുകൊണ്ട് അവിടെ ഉള്ളൊരു കോഫി ഷോപ്പിൽ തന്നെ നമ്മൾ കോഫിയും കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള മീൽസും കുട്ടികൾക്ക് കഴിക്കാനുള്ള കുറച്ച് ബൺസും ഒക്കെ എടുത്തു. The first owner and founder of Perkins was Simon van der Staal. He was roughly given 762 hectares of land. നമ്മൾ ലൈറ്റ് ആയിട്ട് മീൽ കഴിച്ച് വന്നപ്പോഴേക്കും സെല്ലാർ ടൂർ തുടങ്ങി. സെല്ലാർ ടൂറിൽ അവർ ഇവരുടെ ഈ സെല്ലാറിലേക്ക് കൊണ്ടുപോകും. വൈൻ എങ്ങനെ മേക്ക് ചെയ്യണമെന്നും അതിൻ്റെ വലിയ വലിയ മിഷനറീസ് ഒക്കെ കാണിച്ചു തരും. ഇതിൻ്റെ പ്രോസസ്സ്, വൈറ്റ് വൈൻ, വിസ്കി, റെഡ് വൈൻ, ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കണമെന്നും എന്തൊക്കെയാണ് ഇതിന് ഉപയോഗിക്കണമെന്നൊക്കെ ആയിട്ട് അവർ പറഞ്ഞുതരാം. ഒട്ടുമിക്ക എല്ലാ സെല്ലാർ ടൂറുകളും ഒരുപോലെയാണ്. കാരണം നമ്മളിങ്ങനെ ബാരൽസ് കാണും, ഇത് മേക്ക് ചെയ്യണ മിഷനറീസ് കാണും. അത് നല്ല രസമാണ്. ഇത് ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ല രസമായിട്ട് തോന്നാം. ഫ്രാൻഷ്യയുടെ വൈൻ സെല്ലാർ ടൂർ നമ്മൾ കണ്ടു കേട്ടോ. ഞാൻ ഇതിനു മുന്നേ പോയി കണ്ടത് KWV എന്ന് പറഞ്ഞതാണ്. അവിടെയാണ് കത്തീഡ്രൽ സെല്ലാറൊക്കെ. നമ്മൾ മുന്നേ വീഡിയോ ഇട്ടിരുന്നു, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ. പക്ഷേ ഇതാണ് ഈ ഗ്രൂഡ് കോൺസ്റ്റാൻഷ്യ എന്ന് പറയുന്നതാണ് ഏറ്റവും പുരാതനമായ ഒരു വൈനിൻ്റെ എന്താ പറയുക വൈൻ മേക്കിംഗ്. കേപ്പ് ടൗണിലെ ഏറ്റവും പഴയത് 1600s ഇതിൻ്റെ ഒറിജിൻ. അപ്പോൾ ഏറ്റവും പഴക്കം ചെന്നൊരു വൈനറിയാണ് ഈ ഗ്രൂഡ് കോൺസ്റ്റാൻഷ്യ. പക്ഷേ ടൂർ ചെയ്താൽ എനിക്കിഷ്ടമായെന്ന് വെച്ചാൽ KWV തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. ബിക്കോസ് ഇവിടുത്തെ സെല്ലറൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ നമുക്ക് ആ ഒരു പഴമ തോന്നില്ല. പക്ഷെ KWV ഭയങ്കര കത്തീഡ്രൽ സെല്ലാറൊക്കെ ഭയങ്കര ഒരു പഴയ ഒരു ലുക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിനി ലഞ്ച് കഴിക്കാൻ പോവാം കേട്ടോ. ഇതേണ്ട മുന്തിരിത്തോപ്പാട്ടാ. ഇവരുടെ മുന്തിരിത്തോട്ടത്തിൽ മുന്തിരി ഇവിടെയൊക്കെ ഇങ്ങനെ പന്തൽ പോലെയല്ല കേട്ടോ. ഈ മുന്തിരി നിൽക്കണല്ലോ. അടിപൊളിയിലെ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ ഒരു പന്തലിട്ടിട്ടല്ല കേട്ടോ ഈ മുന്തിരി വളർത്തുന്നത്. ഇങ്ങനെ നിരയായിട്ടാണ് ഈ മുന്തിരിത്തോട്ടത്തിലെ മുന്തിരിച്ചെടികൾ ഇങ്ങനെ നിൽക്കുന്നത്. ഇതൊരു വെറൈറ്റി കാഴ്ചയായിരുന്നു സത്യം പറഞ്ഞാൽ. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ക്യാംസ് ബേ ആണ്. കേപ്പ് ടൗണിൽ വന്നു കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ബീച്ച് എന്തായാലും കണ്ടിരിക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മളോട് പറയുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്യാംസ് ബേ ആണ്. കാരണം ആ ഒരു ക്യാംസ് ബേ ബീച്ചിൻ്റെ വൈബ് ജസ്റ്റ് ബീച്ച് മാത്രമല്ല, ആ മൊത്തം ഏരിയ, ക്രൗഡ്, എന്താ പറയുക, ആ വൈബൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അവിടെ വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഫുൾ ടൈം തിരക്കായിരിക്കും, എല്ലാം ജാം പാക്ഡ് ആയിരിക്കും. പക്ഷെ എന്നാലും ആ സ്ഥലത്തിനൊരു പ്രത്യേക ഭംഗിയാണ്. നമ്മളവിടെ എത്തിയപ്പോഴേക്കും നമുക്കൊരു ലഞ്ച് ടൈമായിരുന്നു. അപ്പോൾ നന്നായിട്ട് വിശന്നു. അപ്പോൾ അടുത്തുള്ള ആ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി അവിടെ എന്തെങ്കിലും ഫിഷ് ഐറ്റംസ് ഒക്കെ കഴിക്കാൻ വിചാരിച്ച് കയറിയത്. പക്ഷെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, അവിടെ അടുത്തുള്ള ആ എക്സ്പെൻസീവ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് ആണ് ഭയങ്കര. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ നാട്ടിലെ പോലത്തെ ഡിഷുകളൊന്നുമല്ല. അവരുടെ മെനുവിൽ സൂഷി, പിന്നെ നമ്മുടെ കണവയില്ലേ സ്ക്വിഡിൻ്റെ ഹെഡ് ഫ്രൈ, ബോഡി, അങ്ങനത്തെ ഫ്രൈസ് ഒക്കെയാണ്. ഞാനൊരു റൈസ് ഐറ്റം കിട്ടുന്നത് നോക്കിയെടുത്തു. റൈസ് ബാസ്മതി റൈസാണ് അവർ തന്നത്. ഇത് നമ്മുടെ കണവയാണെന്ന് തോന്നുന്നു. അതിങ്ങനെ ഫ്രൈ ആക്കി എടുത്തിട്ട് നമുക്ക് ഈ സോസിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാം. എന്തായാലും ഒരു ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് വിശപ്പടക്കാൻ അത് കഴിച്ചിട്ട് പിന്നെ നമ്മൾ നമ്മുടെ ജേണി കണ്ടിന്യൂ ചെയ്തു. റെഡ് ബസ് ഇങ്ങനെ പല സ്റ്റോപ്പുകളിൽ ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിതിൽ കയറി വെറുതെ സിറ്റി കാണാനായിട്ട് അതിൽ തന്നെ ഇരിക്കാം. അപ്പോൾ ഈ സിറ്റി മുഴുവൻ കാണാൻ പറ്റും. ഈ സൈക്കിളൊക്കെ വെച്ചിട്ടുണ്ടോ, നമുക്കിത് റെൻറ്റിന് എടുത്തിട്ട് ഇവിടെ ഒക്കെ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കാം കേട്ടോ. സമയം ഇതൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്കിതൊക്കെ ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഭയങ്കര തിരക്കുള്ളൊരു ഏരിയയാണ്. ലൈഫ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ആൾക്കാരായിട്ട് ഇവിടുത്തെ. ഇവർ കാലത്തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ ഈ ബീച്ചിലായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കും. നന്നായിട്ട് ഫുഡ് കഴിക്കും. ബിയർ കാലത്തൊട്ട് വൈകുന്നേരം വരെ കുടിച്ചാൽ അവർക്ക് പ്രശ്നമില്ല. അതുകൊണ്ട് അവർക്ക് വലിയ ഇമ്പാക്റ്റ് ഒന്നുമില്ല. ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ചില്ല് ചെയ്തിരിക്കുകയെന്ന് പറയില്ലേ, അത് ഇവരെ കണ്ടു പഠിക്കണം നമ്മൾ നേരെ ഈ റെഡ് ബസ്സിൽ പിന്നെ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നമ്മൾ സ്വന്തം കാർ എടുത്തിട്ട് ടേബിൾ മൗണ്ടനിലേക്ക് പോയിട്ടാണ്. കാരണം നമ്മുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് ടേബിൾ മൗണ്ടനാണ്. നമ്മളപ്പോൾ ടേബിൾ മൗണ്ടൻ കാണാൻ വന്നിരിക്കുക കേട്ടോ. മുന്നേ വന്നപ്പോഴൊക്കെ നമ്മൾ ടേബിൾ മൗണ്ടൻ കാലത്താണ് പോയി കാണാറ്. ഇപ്രാവശ്യം വിചാരിച്ചു നമുക്ക് ഇവിടെ വന്നിട്ട് സൺസെറ്റ് കാണാൻ. നോക്കി സ്ഥലം എന്തൊരു ബ്യൂട്ടിഫുൾ. കേപ്പ് ടൗണിൽ വരുമ്പോൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് ടേബിൾ മൗണ്ടൻ. ഞാൻ കുറേ വട്ടം കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്നാലും എനിക്ക് ഇവിടെ വന്ന് കാണാൻ ആഗ്രഹം. മുന്നത്തെക്കാളും ഇതായിട്ട് ഇവിടെ നോക്ക്, ഈ ക്യൂ നിൽക്കണം നമുക്ക്. നമ്മൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് വന്നാലും ഡിസംബർ സമയമായതുകൊണ്ട് നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല ക്യൂ ഉണ്ട്. അപ്പോൾ ക്യൂ നിൽക്കുമ്പോൾ നമുക്ക് ചൂടെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ സ്പ്രിംഗ്ലേഴ്സ് വെച്ചിട്ടുണ്ട്. അത്
തണുത്ത ഈ എയർ ഇങ്ങനെ എന്താ പറയുക മിസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടാണ്ട് സൈഡിൽ ഇരിക്കാനായിട്ട് നമുക്ക് സീറ്റിങ്ങും കൊടുത്തിട്ടുണ്ട്. നല്ല നല്ല സൗകര്യങ്ങളാട്ടെ ഇവർ ഒരുക്കേണ്ടത്. നമുക്ക് ഒരിക്കലും ക്യൂ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് തോന്നുകയില്ല. അത്ര കൺസിഡറേറ്റ് ആയിട്ടാണ് ഗവൺമെൻറ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. നമ്മളങ്ങനെ ടേബിൾ മൗണ്ടൻ്റെ മുകളിലേക്ക് പോകാൻ പോകട്ടോ. ഏകദേശം ഓൾമോസ്റ്റ് ഒരു മണിക്കൂർ എടുത്തു നമുക്ക് ക്യൂലും ഒക്കെ ആയിട്ട്. ഈവൻ ദോ നമ്മൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്തെങ്കിൽ കൂടിയും. നല്ല സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു റോപ്പ് വേയിലാണ് നമ്മൾ ഈ ടേബിൾ മൗണ്ടൻ്റെ മുകളിലേക്ക് പോകുന്നത്. ഈ ഒരു റോപ്പ് വേയുടെ ചുറ്റുമുള്ള ഗ്ലാസ് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും. നമ്മളപ്പോൾ ചുറ്റും ഒരു 360 ഡിഗ്രി തിരിഞ്ഞിട്ടാണ് ഇതിൻ്റെ മുകളിലേക്ക് എത്തുക. ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ. If there's any smokers, it's only allowed at the 12 Apostle Tunnels, situated just below the shop at the top. Once we come to a complete stop, we will have reached the height of 1,067 meters. നല്ല ഹൈറ്റിലാണ് ഈ മൗണ്ടൻ. അപ്പോൾ ഈ റോപ്പ് ഇറങ്ങിയിട്ട് ഇതിൻ്റെ മുകളിൽ എത്തുമ്പോൾ ഫുൾ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു മൗണ്ടനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ടേബിൾ മൗണ്ടൻ എന്നുള്ള പേരും. അവിടെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് ഉണ്ട്, ടോയ്ലറ്റ് ഉണ്ട്, പിന്നെ നമുക്ക് അവിടെ കാണാനായിട്ട് കുറേ ഉണ്ട് കേട്ടോ. ആ ചുറ്റുമുള്ള വ്യൂ തന്നെ ഭയങ്കര രസമാണ്. ഇത് കണ്ട, ഇതൊരു ഷോപ്പാട്ടോ, ഇവിടുത്തെ കോഫി ഷോപ്പാണിത്. ഈ ഒരു മലയുടെ മുകളിലായിട്ട്. പിന്നെ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ മലയുടെ കോർണറിൽ കൂടെ നടക്കാനായിട്ട്. ഹൈറ്റ് പേടിയുള്ളവർക്കൊക്കെ ഇത്തിരി പേടിയാവും, പക്ഷെ നല്ല രസമാണ് അതിൽ നിൽക്കാനും കാണാനും കുറേ ഫോട്ടോസൊക്കെ എടുക്കാനും അടിപൊളിയാട്ടാം. പിന്നെ നമ്മൾ അവിടെ ചെന്നപ്പോഴാണ് രസകരമായൊരു സംഭവം കണ്ടത്. അത് നമ്മളെന്താ പറയുക, ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം നേരിൽ കാണുന്നത്. ഈ പുള്ളിയുണ്ട് വെറുതെ മാരി മീ എന്ന് പറഞ്ഞ് പ്രപ്പോസ് ചെയ്യാനായിട്ടിരിക്കട്ടെ. സിനിമയിലൊക്കെ ഇതുപോലത്തെ രംഗങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിൽ നേരിട്ട് ആദ്യമായിട്ടോ ഇത് കാണുന്നത്. കണ്ടപ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഒരു ഇമോഷണൽ ആയിട്ടൊരു സീൻ. ആ പെണ്ണും ചെക്കനും കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞ ഈ സീനൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഒരു പ്രപ്പോസൽ നമുക്കും അനുഭവിക്കാൻ യോഗം ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയി. അങ്ങനെ പ്രപ്പോസലും ആനന്ദക്കണ്ണീരും പിന്നെ ഇവിടുത്തെ നല്ല മനോഹരമായിട്ടുള്ള സൺസെറ്റും കണ്ടതിന് ശേഷമാണ് നമ്മൾ അവിടുന്ന് പടിയിറങ്ങിയത് കേട്ടോ. അപ്പോൾ ടേബിൾ മൗണ്ടൻ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാതെ നിങ്ങളുടെ ഐശ്വര്യ വിത്ത് മൈ ഫ്രണ്ട്സ്. അപ്പോൾ ടിൽ ദെൻ ബൈ ബൈ, സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ക്രേസി ട്ടാ.